ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഉള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഫോഴ്സ്ഫുള്ളി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു റീഡിംഗ് നിങ്ങൾ റെസനേറ്റ് ചെയ്യിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ് അവരുടേത് എന്നാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യിക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ പേര് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് സന്തോഷത്തോടു കൂടി പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പറയുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ആദ്യമേ തന്നെ സ്ട്രെങ്ത് ആണ്. അതായത് സ്വന്തം പവർ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവരൊരു സിംഹത്തിന്റെ രൂപം, അല്ലെങ്കിൽ സിംഹത്തിന്റെ രൂപം എന്നല്ല, സിംഹത്തിന്റേതായ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജമുള്ള ഒരു വ്യക്തികളായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ആക്രോശിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം, കാര്യങ്ങൾ അങ്ങനെ ഭയങ്കര ഒരു ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരൊരു ആട്ടിൻകുട്ടിയെ പോലെ ആയിരുന്നു അവിടെ. കാരണം നമുക്ക് മജീഷ്യൻ വന്നിട്ടുണ്ട്. പല പല പ്രലോഭനങ്ങൾ കാണിച്ച് നിങ്ങളുടെ പേഴ്സണെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. എന്താ പറയാ, ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയത്. പക്ഷേ ഈ സമയത്ത് അവർ സ്വന്തം പവർ തിരിച്ചറിയുകയാണ്. സ്വന്തം ഇന്നർ സോളിന്റെ ആ ഒരു സോളിന്റെ പവർ എത്രത്തോളമാണ്, ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയത് പുതിയൊരു തുടക്കം കുറിക്കാം എന്നുള്ള എനർജിയിൽ തന്നെയാണ്. ആ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നല്ല രീതിക്ക് തന്നെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം കൈമാറി തന്നെയാണ് അവർ മുന്നോട്ടേക്ക് പോയത്. പക്ഷേ പോകെ പോകെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായി പോയി അവർക്ക്. അവരുടെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ. അവരാകെപ്പാടെ പെട്ടുപോയി എന്ന് അവർക്കൊരു തോന്നൽ വന്നു തുടങ്ങി. നല്ല രീതിക്ക് നിങ്ങളിൽ നിന്നിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട്, നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയവരാണ്. പോയ സമയത്ത് ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നല്ല രീതിക്ക് ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ സന്തോഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. നിങ്ങളാണ് എല്ലാ കാര്യങ്ങളിലും ഒരു കൺട്രോൾ വെച്ചിരുന്നത്. നിങ്ങൾ ചിലപ്പോൾ അവരുടെ അടുത്ത് എല്ലാത്തിലും ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടിട്ട് എല്ലാത്തിലും ചിലപ്പോൾ ഒരു നിയന്ത്രണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും ഈ ഒരു വ്യക്തിക്ക് സഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇവർക്ക് ഫ്രീഡം ഭയങ്കര മെയിൻ ആണ്. ഫ്രീഡം ഇല്ലാത്ത ഒരു പരിപാടി ഇവരുടെ ലൈഫിൽ ഇല്ല. അപ്പൊ അവർ ആ ഒരു ഫ്രീഡം ആഗ്രഹിച്ചിട്ട് ആ ഒരു അവരുടേതായ ഒരു ഫ്രീഡം ആഗ്രഹിച്ച് കൊതിച്ചിട്ടാണ് ഇവർ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയിരിക്കുന്നത്. പക്ഷേ പോയ സ്ഥലത്ത് ആദ്യകാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയെങ്കിൽ ഇപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ആകെപ്പാടെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇവർക്ക് നിങ്ങൾ കൊടുത്തത്രയും പോലും ഒരു കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഒരു അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ.
എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പെർമിഷൻ ചോദിക്കേണ്ട സിറ്റുവേഷൻ. സ്വന്തമായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇവർ ഒരുപാട് കൺട്രോൾ ചെയ്ത് ഇവർക്ക് ഒരുപാട് ദേഷ്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഇവർക്ക് ഇവരുടെ സ്ട്രെങ്ത് മനസ്സിലാവുന്നുണ്ട്. ഇവരുടെ ഒരു കഴിവ് മനസ്സിലാകുന്നുണ്ട്. ഇവരെന്ന് പറയുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സിംഹം, അതായത് ഒരു രാജാവ് അല്ലെങ്കിൽ അത്രത്തോളം ഒരു എനർജി ഉള്ള വ്യക്തികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ പോലെ നിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊരു ഊർജം ഇവർ സ്വയം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് റിയാലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് തന്നെയാണ് താൻ ഇവിടേക്ക് എത്തിപ്പെട്ടത് എന്നൊരു തിരിച്ചറിവ് ഇവർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ചറിവ് വന്നതുകൊണ്ട് തന്നെ പേജ് ഓഫ് കപ്സ് ആണ്. ഈ ഒരു സമയത്തും ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവരുടെ ഓർമ്മകൾ, അവരുടെ മൈൻഡ് എല്ലാം, തോട്ട്സ് എല്ലാം പോകുന്നത് നിങ്ങളിലേക്കാണ്. ആ ഈ ഒരു ടൈമിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചന വരുന്നു. നിങ്ങളോട് ചെയ്തു പോയത് തെറ്റാണെന്നൊക്കെ ഒരു ചിന്ത അവർക്ക് വരുന്നുണ്ട്. ഹെർമിറ്റ് ആണ്. ഇവർ തീർത്തും ഏകാന്തമായിരിക്കുന്ന ഒരു അവസ്ഥ. തേർഡ് പാർട്ടി ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും, ഇപ്പൊ ഇവർ ഒരുമിച്ചാണ് എങ്കിൽ പോലും തീർത്തും ഇവർ ഒറ്റക്കാണ്. അല്ലെങ്കിൽ അവരോട് ഒരുപാട് കണക്ഷൻ ഇല്ല. മനസ്സിലായോ? അതായത് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സത്യാന്വേഷണ പാതയിലാണ്. അതായത് സ്വയം സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ. സ്വന്തമായിട്ട് ചെയ്തു പോയ തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി. തീർത്തും ഒറ്റപ്പെടല്. ഒരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ആരോടും ഷെയർ ചെയ്യാനില്ലാതെ ജീവിതത്തിൽ ഏകാന്തമായി ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങളോട് ചെയ്തു പോയ ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു ചീറ്റിങ്ങിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ ഒരു അവസ്ഥ വന്നത്, അല്ലെങ്കിൽ ഇവർ ഈ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോയത് എന്നൊരു റിയലൈസേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് തീർത്തും ഇവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആണ് അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ അവസ്ഥയിലൂടെ പോയാലും അവർക്ക് എവിടെയോ ഒരു ഹോപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരുടെ എനർജിയിൽ നിങ്ങൾ എവിടെയോ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞാലും സ്വീകരിക്കും. പറഞ്ഞാൽ മനസ്സിലാകും. തെറ്റ് പറ്റിപ്പോയത് ഏത് രീതിയിലും നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാകും. കാരണം നിങ്ങൾക്ക് അവരെ അത്രത്തോളം ഇഷ്ടമാണെന്നുള്ളൊരു വിശ്വാസം ഇവർക്കുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഇവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ ഈ ഒരു തീർത്തും ഒറ്റപ്പെടുന്ന സമയത്തെല്ലാം തന്നെ അവർ ഇതെല്ലാം ചിന്തിച്ചു കൂട്ടുകയാണ്. hope ആണ് അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഇപ്പൊ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എത്രയും വേഗം ഒരു മാറ്റം വേണമെന്ന് മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു third party യുമായിട്ടുള്ള relationship ന്റെ കാര്യത്തിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരുപക്ഷെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങോട്ടേക്ക് പോകരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, അവർ ശരിയല്ല, അല്ലെങ്കിൽ അവര് യഥാർത്ഥമായ ഒരു സ്നേഹമല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊന്നും തന്നെ വകവെക്കാതെ നിങ്ങളെ അവഗണിച്ചിട്ടായിരിക്കും ഈ ഒരു person ഈ ഒരു third party യിലേക്ക് പോയത്. പക്ഷേ അതുകൊണ്ട് അവർക്ക് വന്നിരിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം മാത്രമല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവർക്ക് പല രീതിയിൽ financial loss വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു third party ഇവരുടെ അടുത്തുനിന്ന് ഒരുപാട് financially ഉള്ള കാര്യങ്ങളൊക്കെ, കാശ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് പണം ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഒരു താക്കോൽ, ഇവരുടെ ആ ഒരു കൈയുടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെയും അതുപോലെ ഇവരുടെ ഒരു financially കാര്യങ്ങളുടെ എല്ലാം താക്കോൽ ഇപ്പോൾ നിയന്ത്രിക്കുന്ന എല്ലാം ഒരു third party യുടെ കയ്യിലേക്ക് അകപ്പെട്ടു പോയ ഒരു situation. അതൊക്കെ ഈ ഒരു person നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് financial loss, അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇവർ നേരിട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ husband wife ഒക്കെ ആണെങ്കിൽ ഈ ഒരു person may be എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഒരു physical issues ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും correct സമയത്ത് നോക്കി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ഈ ഒരു third party യുടെ അടുത്തേക്ക് ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഇവരുടേതായ കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല third party. okay, അവർ അവരുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാളുടെ ഒരു എന്താ പറയുക, ഒരു female ആണെങ്കിലും male ആണെങ്കിലും okay, അപ്പൊ നിങ്ങളുടെ വ്യക്തി male ആണോ female ആണോ എന്നുള്ളത് നിങ്ങൾ അതനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് ആ ഒരു third person ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് financially കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവരുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് financial loss, physical issues ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അവർ ആകപ്പാടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. അവർക്ക് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. പോയി നിന്ന സ്ഥലം യഥാർത്ഥമായ ഒരു സ്നേഹമല്ല. അവിടെ യഥാർത്ഥമായ ഒരു സ്നേഹമല്ല തനിക്ക് ലഭിച്ചത്. ഒരു കുഴിയിലാണ് താൻ അകപ്പെട്ടു പോയത്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്തയാണ് ഇപ്പൊ അവരുടെ മൈൻഡിൽ ഉള്ളത്. നിങ്ങൾ എന്ന് പറയുന്ന യഥാർത്ഥ സ്നേഹം അവരുടെ പുറകിൽ ഇരിക്കുകയാണ്. അവരതിനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്ത്. അവർക്ക് റിയലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കുന്നു, പശ്ചാത്താപം തോന്നിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ അടുത്തേക്ക് നിങ്ങളുടെ വ്യക്തി പോയ സമയത്ത് ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് മാത്രമല്ല, ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയുള്ള വ്യക്തികളിൽ നിന്ന് പോലും ഇവർക്ക് കുറെ രീതിയിലുള്ള പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ പല രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന്. ഈ ഒരു തേർഡ് പാർട്ടി അതുപോലെ അവരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആണെങ്കിലും മാക്സിമം ചൂഷണം ചെയ്യാൻ പറ്റുന്നതിന്റെ അത്രയും ചൂഷണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചൂഷണം ചെയ്തപ്പോഴേക്കും മൊത്തത്തിൽ ഇവർ ആകപ്പാടെ ഫിസിക്കൽ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ലോസ്, ഡിപ്രഷന്റെ അവസ്ഥ, അങ്ങനെ എല്ലാ രീതിക്കും അകപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതിൽ നിന്ന് എത്രയും വേഗം പുറത്തു വരണം എന്ന് ഇവരുടെ മൈൻഡിൽ ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ തോന്നി തുടങ്ങിയത് കൊണ്ടാണ് സ്വന്തം ഒരു സ്ട്രെങ്ത് ഇവർ തിരിച്ചറിയാൻ തയ്യാറായത്. ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇവർ നേരിടുമ്പോഴും ഇവർക്ക് ഉണർന്നു വരാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവരങ്ങനെ ഉണർന്നു വന്നത് ഇവരുടെ മുന്നിലേക്ക് തെളിയിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലൂടെയാണ്. പേജ് ഓഫ് സോഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ഇവരുടെ കൺമുന്നിൽ അത് കാണിച്ചു, അല്ലെങ്കിൽ കണ്ടു. അവര് സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ. ഒരുപാട് സത്യങ്ങൾ ഇവർ തിരിച്ചറിയേണ്ടി വന്നപ്പോഴേക്കും ഒരുപാട് സമയം ഇപ്പൊ പോയി കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. എങ്കിൽ പോലും ആ ഒരു നഷ്ടങ്ങളിൽ നിൽക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു hope ആണ് അവരുടെ മുന്നോട്ടേക്കുള്ള നയിക്കുന്നത്. ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ അവർ പോകുമ്പോൾ അവരുടെ മുന്നിൽ ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളാണ്. എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് സമ്മതിക്കുകയും മാപ്പ് പറയുകയും ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ അവരുടെ സ്ട്രെങ്ത് തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ഒരു ഊർജ്ജത്തിന്റെ പവർ, അവരുടെ ഒരു ഇന്നർ സോളിന്റെ പവർ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഇത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോകണം. ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോകണം. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിട്ട്, ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച്, നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇവർ സ്വയം അല്ല നിയന്ത്രിക്കുന്നത് ഇവരെ. ഇവരിങ്ങനെ കാലത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു തേർഡ് സിറ്റുവേഷൻ, ഈ കാണുന്ന തേർഡ് സിറ്റുവേഷൻസ് ഇവരെ ഇങ്ങനെ വലിച്ചു വലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പോയാൽ സാധ്യമല്ല. കയ്യിലിരിക്കുന്ന ഈ ഒരു ഭാണ്ഡം, അതായത് ദുഃഖിപ്പിക്കുന്നതായ ഈ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻസിനെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു കെട്ട് പൊട്ടിച്ച് ഇവിടെ ഉപേക്ഷിക്കണം. ഈ ഒരു സമുദ്രത്തിൽ ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. കാരണം തനിക്ക് അതിനുള്ള കഴിവുണ്ട്. ഇതിന്റെ ബാക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു തോണി തുഴയാനുള്ള പങ്ക ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് തനിക്ക് അതിന് സാധിക്കുന്നതാണ്. അപ്പൊ എത്രയും വേഗം തന്നെ അതിനൊരു തീരുമാനം എടുക്കണം എന്ന് തന്നെ നിങ്ങളുടെ person ഇപ്പോ മാനസികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരു ഊർജ്ജം അവർ തിരിച്ചറിയുന്നുണ്ട്. ഒരു realization, ഒരു reality യിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ഒരു അവസ്ഥ. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു third party എന്തൊക്കെയോ രീതിയിൽ ഇവരെ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തിയാണ്. magician ആണ്. എന്തൊക്കെയോ കാര്യങ്ങളിൽ എന്താ പറയാ, ബ്ലാക്ക് മാജിക് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അങ്ങനത്തെ ഒരു എനർജിയും നമുക്കിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആകപ്പാടെ ഒരു മായാലോകത്ത് പെട്ടുപോയ ഒരു അവസ്ഥയായിരുന്നു നിങ്ങളുടെ person. സത്യം ഏതാണ്, നിങ്ങളാണോ സത്യം, ഇവരാണോ സത്യം എന്നൊന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തേർഡ് പാർട്ടി പറഞ്ഞു കൊടുത്തതനുസരിച്ച് നിങ്ങളാണ് തെറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഇവർ എടുത്തിരുന്നത്. അതുപോലെ തന്നെ തേർഡ് പേഴ്സന്റെ അടുത്തേക്ക് പോകുമ്പോൾ എല്ലാ രീതിക്കും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ. ഫ്രീഡം കൂടുതലായിട്ട് ലഭിക്കും. എല്ലാ രീതിക്കും ഒരു ആർമാദിച്ച് നടക്കാം. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങിയപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വേണം. ഈ ഒരു വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം തന്നെ കടന്ന് മുന്നോട്ടേക്ക് വരണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അവർ അവരുടെ ലൈഫിൽ ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു എനർജിയിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ, അപ്രതീക്ഷിതമായിട്ട് ഒരു സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം 3 ഓഫ് വാണ്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു യാത്രക്ക് തയ്യാറെടുക്കുക. ഓക്കെ, ഇവർ നിൽക്കുന്നത് ഈ ഒരു പുഴയുടെ ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ നിങ്ങളിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരണം എന്നാണ് ആ ഒരു വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ വെളിച്ചം എന്ന് പറയുന്നത് അപ്പുറത്താണ്. ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളാണ്. ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിന്റെ വെളിച്ചം കെട്ടണച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചെയ്ത കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വലിയ കുറ്റബോധം ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഏകനായിട്ടിരുന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഏകയായിട്ടിരുന്ന് ചിന്തിക്കുന്നത്. എല്ലാ രീതിക്കും ഒരു ഡിപ്രഷൻ അവസ്ഥയാണ് കാണുന്നത്. നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുമ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഇവിടെ വളരെ വിഷമിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഇവിടെയും. എല്ലാ രീതിക്കും ഒരു വേദനാജനകമായ അവസ്ഥയിലൂടെ, ഒരു ഹെർമിറ്റ് എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. അപ്പൊ അവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തണം, ആ ഒരു വെളിച്ചത്തിലേക്ക് എത്രയും വേഗം എത്തണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നിങ്ങളുടെ വ്യക്തി നിൽക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളിൽ അവർ stuck ആണ്.
കാരണം ഇവിടുന്ന് പോരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് വേണം. അപ്പൊ ആ ഒരു stuck ആയി നിൽക്കുമ്പോഴും അവർ ഒരുപാട് plan ചെയ്യുകയാണ്. നേരായ വഴിയിലൂടെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മോചനം നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് hanged ആണ്. okay. അവർ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നിട്ടാണ് ചിന്തിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു തീരുമാനങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ടിട്ട് ആ ഒരു രീതിക്ക് തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകണം. അതാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചെയ്തു പോയ തെറ്റുകൾക്ക് അവർ അനുഭവിച്ച് തീർത്തു എല്ലാ രീതിക്കും. അവരൊരു കർമ്മ ഫേസ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കുള്ള കർമ്മ അവർ ഫേസ് ചെയ്തപ്പോൾ ഇനി നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അർഹമായ ഒരു നീതി തന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെൻ ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം പ്രേ ചെയ്യുന്നു. എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നു. അവർ അവരെ തന്നെ പ്രേ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓറ തീർക്കുന്നു. കാരണം അവർ അവരുടെ സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അവരുടെ സ്ട്രെങ്ത് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അവർ അവർക്ക് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓറ തീർത്തിട്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു തീരുമാനമെടുത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ എത്രയും വേഗം ഒരു തീരുമാനമെടുത്ത് നിങ്ങളിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകുന്നു. ആ ഒരു യാത്രയുടെ എൻഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു വിജയമായിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് എത്രത്തോളമാണെന്നുള്ളത് അറിയാം. അപ്പൊ നിങ്ങളിലേക്ക് ഒരു ജസ്റ്റിസ് തന്നുകൊണ്ട് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ അവർ നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം എന്നൊരു എനർജിയിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. അവർ നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആകെപ്പാടെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ പെട്ട് നിൽക്കുന്ന അവസ്ഥയിലും റിയാലിറ്റിയിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ട്. സത്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഫ്രീഡം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ഫ്രീഡം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അവരുടെ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോയത്. നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിൽ ഏറ്റവും ആഗ്രഹം ഫ്രീഡം ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരുന്ന ഒരു നിയന്ത്രണങ്ങളെ പോലും ഇവർ ഇവരുടെ ഫ്രീഡത്തിനെ നിയന്ത്രിച്ചു എന്നുള്ള രീതിയിൽ എടുത്തത്. അപ്പൊ ആ ഒരു ഫ്രീഡം ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് പോയത്. പക്ഷെ പോയി നിന്ന സ്ഥലം എന്ന് പറയുന്നത് പാപിചെന്നിടം പാതാളം എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ പോയി നിന്നപ്പോൾ അതിനേക്കാളും വലിയൊരു സിറ്റുവേഷൻ. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങൾ നിയന്ത്രിച്ചത് ഫ്രീഡം അല്ല, സ്നേഹം കൊണ്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞതെന്നൊരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ലൈഫിന് ഫാസ്റ്റ് ആയിട്ട് ഒരു ചേഞ്ച് വേണം. ഒരു പുതിയ സൈക്കിൾ, ഒരു ന്യൂ സൈക്കിൾ ഇവരുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ന്യൂ ഡയറക്ഷൻ ആണ് ഇവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡയറക്ഷൻ കണ്ടെത്തുന്നത് നേരായ വഴിയിലൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് വന്നുകൊണ്ട് ആ ഒരു ഡയറക്ഷനെ അവർ ഹാങ്ഡ് ആയിട്ട് നിന്നുകൊണ്ട്, അതായത് മറ്റൊരു വ്യൂയിലൂടെയാണ് കാണുന്നത്. ആ ഒരു വ്യൂയിലൂടെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഏസ് ഓഫ് ഫയർ ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അത് വെച്ചാൽ ഫയർ എനർജിയാണ്. വളരെ വലിയ രീതിയിൽ ദേഷ്യം കാര്യങ്ങൾ എല്ലാം തന്നെ സ്വയം നിയന്ത്രിക്കുകയാണ് ഇപ്പോൾ. ഒത്തിരി അവർക്ക് ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് പറ്റുന്നില്ല. അത്രത്തോളം അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. കുറെ അവർ സഹിച്ചാണ് ഇവിടെ നിന്നിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടിയാണ് തേർഡ് പേഴ്സണുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ച് പോയ വ്യക്തികളായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പൊ അത്രത്തോളം സന്തോഷത്തോടു കൂടി പോയിട്ട് ഇപ്പൊ ആകെപ്പാടെ എല്ലാ രീതിക്കും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങോട്ട് തിരിയണമെങ്കിലും ഇങ്ങോട്ട് തിരിയണമെങ്കിലും എല്ലാം തന്നെ ഇവരുടെ ഒരു പെർമിഷൻ വേണം. ഒന്നിനും സ്വാതന്ത്ര്യമില്ല. എല്ലായിടത്തു നിന്നും നിയന്ത്രണങ്ങളാണ് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോയപ്പോൾ ഡിപ്രഷന്റെ അങ്ങ് അറ്റം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആകെപ്പാടെ ഇപ്പൊ ദേഷ്യമാണ്. ഇവർ അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. ഒരു പുതിയ സ്റ്റാർട്ട് വേണമെന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അട്രാക്ഷൻ ആണ്. അവർക്ക് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ ചിന്തകളൊക്കെയാണ് അവരുടെ മൈൻഡിൽ ഇപ്പൊ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിന്റെ മുന്നോട്ടേക്കുള്ള ഒരു പാത്തിൽ ഒരു ഹോപ്പാണ് നിങ്ങൾ. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിനെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ അതിനകത്തേക്ക് മാത്രം എന്താ പറയാ കോൺസെൻട്രേഷൻ കൊടുത്തില്ല, ഫോക്കസ് ചെയ്തിട്ട് അവർ നിങ്ങളിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈ വൈബ്രേഷൻ ആണ് കാണിക്കുന്നത്. സ്വയം ഒരു ഹീൽ ചെയ്യുന്നുണ്ട് അവർ. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, അവർ അവർക്ക് ചുറ്റും തന്നെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ അവരിലേക്ക് തന്നെ ആവാഹിച്ചെടുത്തുകൊണ്ട് ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ച് തന്നെയാണ് അവർ മുന്നോട്ടേക്ക് വരുന്നത്. കാരണം അവർക്ക് അത്രത്തോളം ഒരു പ്രതീക്ഷ നിങ്ങളിൽ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ അത്രത്തോളം
ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അവർ നിങ്ങളെ സ്നേഹിച്ച കാര്യത്തിൽ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തെങ്കിലും ആ ഒരു സ്നേഹത്തേക്കാൾ ഉപരി അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല രീതിക്ക്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഈ ഒരു പേഴ്സണെ മറക്കില്ല. അല്ലെങ്കിൽ ഇവരോട് ക്ഷമിക്കാൻ തയ്യാറാകും ആ ഒരു എനർജി. ഓക്കെ. അപ്പൊ അത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് സ്വയം ഒന്ന് ഹീൽ ആയിട്ട് സ്വന്തം വൈബ്രേഷനെ ഉയർത്തിക്കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. സ്ട്രെങ്ത് നമുക്ക് എഗെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയതും സ്ട്രെങ്ത് കാർഡ് ആണ്. എഗെയിൻ നമുക്ക് കിട്ടിയിരിക്കുന്നതും സ്ട്രെങ്ത് ആണ് ഇവിടെ. അപ്പൊ ഇവർ ഈ ഒരു ടൈമിൽ അവരുടെ ഒരു ഹാർട്ട് ചക്ര എല്ലാം ഓപ്പൺ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരെ കുറിച്ച് തന്നെ ചിന്തിക്കുകയും അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടക്കുകയും ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ട്രൂത്ത് റിവീൽഡ് ആണ്. അവരുടെ മുമ്പിൽ സത്യങ്ങളെല്ലാം ബോധിക്കപ്പെട്ടു. അല്ലെങ്കിൽ എന്താ പറയാ, തിരിച്ചറിയപ്പെട്ടു. എല്ലാ കാര്യങ്ങളും അവരുടെ മുന്നിൽ അവർക്ക് തന്നെ കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രത്തോളം ഒരു അഭിനയം കാഴ്ചവെച്ച് നിന്ന വ്യക്തികളാണ്. ഇവരുടെ മുമ്പിൽ ഒരു വളരെയധികം ഭയങ്കരമായിട്ട് അഭിനയിച്ച് എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിനെ. അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഹാപ്പിനെസ് ആണ്. മുന്നോട്ടേക്ക് എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ സ്വന്തം സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞിട്ട് അവരൊരു ന്യൂ പാത്തിലേക്ക് തയ്യാറെടുക്കുന്നു. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. അതാണ് അവരുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. അവർ അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ സൈലന്റ് ആണ്, ഒബ്സർവിംഗ് ആണ്. സൈലന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുകയാണ്. അവരുടെ ഫീലിങ്സ്, ദേഷ്യങ്ങളെല്ലാം തന്നെ അവരിപ്പോ ഈ ഒരു സമയത്ത് ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് അവർ വന്നിരിക്കുന്നു. അതായത് നേരത്തെ എല്ലാ കാര്യങ്ങളും ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ അങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്നില്ല. കാരണം തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. കർമ്മയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കർമ്മ ബാലൻസ് ആണ്. അതായത് നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു കർമ്മ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ആ ഒരു കർമ്മ അവർ ഫേസ് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ക്ലാരിറ്റി വന്നു തുടങ്ങിയിരിക്കുന്നു. അവരവരുടെ ഇമോഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഹൈഡ് ചെയ്തിട്ട് ഒരു secretive ആയ മൈൻഡിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ. സൈലന്റ് ആണ് അവര്. സൈലന്റ് എന്ന് പറയുമ്പോൾ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള സൈലൻസ് മാത്രമല്ല അവരിലുള്ളത്. തിരിച്ചറിവിന്റെ സൈലൻസ് ആണ്. എന്ന് വെച്ചാൽ സ്വയം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സൈലന്റ് ആയി പോകും, നിശബ്ദനായി പോകും. ദേഷ്യപ്പെടാനോ കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു അവകാശവും ഇല്ലാത്തൊരു അവസ്ഥ. കാരണം സ്വയം തെറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു കർമ്മ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ നല്ല രീതിക്ക് അനുഭവിച്ചിട്ടുണ്ട്. okay. അവർക്കിപ്പോ മുന്നിലേക്ക് നിങ്ങളല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നൊരു അറിവ് വന്നിട്ടുണ്ട്. ഡെസ്റ്റിനി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഫേറ്റ് ആണ്, വിധിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ അവർ ചിന്തിക്കുന്നത് ഇതെല്ലാം അവരുടെ വിധിയായിരുന്നു. അവർ അനുഭവിക്കേണ്ട കാര്യങ്ങളായിരുന്നു. കാരണം സ്വയം ചെയ്തു പോയ തെറ്റുകൾ നിങ്ങളെ വേദനിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്ക് ഇത്രത്തോളം ഒരു വേദനകൾ സഹിക്കേണ്ടതായിട്ട് വന്നത് എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഫൈൻഡിങ് ലൈഫ് പാത്ത് ആണ്. അവരിപ്പോ അവരുടെ ആ ഒരു ലൈഫിന്റെ പാത്ത് ഏതാന്നുള്ളത് തിരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഹോപ്പ് നിങ്ങളാണ്. നിങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ. ആ ഒരു പാത്തിലേക്കുള്ള ഒരു ഡെസ്റ്റിനിയിലേക്കുള്ള ഒരു യാത്രയിൽ തന്നെയാണ് അവര്. ആദ്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുക, നിങ്ങൾക്ക് അർഹമായ നീതി നിങ്ങൾക്ക് തരിക. കാർമിക് ആയിട്ടുള്ള ഒരു ചാലഞ്ചസിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാർമിക് ചാലഞ്ചസ് ആൻഡ് റിവാർഡ്സ് എന്ന് വെച്ചാൽ അവർ ചെയ്തു കൂട്ടിയ കർമ്മയുടെ ഭാഗമായിട്ട് അവർക്ക് വന്നിരിക്കുന്ന റിവാർഡ്സ് എല്ലാം തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. okay. സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതൊരു യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. അപ്പൊ ആ ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മ ഫേസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അവർക്കൊരു ചേഞ്ചസ് മൈൻഡിൽ ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ട്രൂത്ത് ആണ് നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വ്യക്തത, സീയിങ് ദ ട്രൂത്ത്. അവരുടെ മുന്നിൽ തന്നെ എല്ലാ സത്യങ്ങളും വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ക്ലിയർ ആയിട്ട് ഒരു ആക്ഷൻ ആ ഒരു കാര്യത്തിൽ എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് തുറന്നൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർ ആഗ്രഹിക്കുന്നത് ലൈഫിന്റെ ഒരു ന്യൂ സൈക്കിൾ ഇനി സ്റ്റാർട്ട് ചെയ്യണം. കാർമിക് കംപ്ലീഷൻ, ഈ ഒരു കർമ്മങ്ങളെ എല്ലാം തന്നെ താൻ അനുഭവിച്ച കർമ്മങ്ങളെല്ലാം ഇനി വേണ്ട, ഇനി ഇത്രയും മതി, എല്ലാ കാര്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വയം മാറാനായിട്ട് തയ്യാറായിട്ടുണ്ടെന്ന് അവർ ഈ ഒരു യൂണിവേഴ്സിനോട് again പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാർമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കംപ്ലീറ്റ് ആവുമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്തിയിട്ട് നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ ഒരു സക്സസ് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു എനർജിയാണ്. ഇപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം. അതുപോലെ നിങ്ങൾ മാരേജ് കഴിക്കാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് ലൈഫ്,
നിങ്ങളുമായിട്ടുള്ള മാരേജ് ഒരു സെലിബ്രേഷൻ, നിങ്ങൾക്കൊരു സെക്യൂരിറ്റി തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് തരാതിരുന്ന എല്ലാവിധ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് പ്രകടിതമായിട്ട് തന്നെ നൽകണമെന്ന് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം കൊണ്ടാണ് അവർക്ക് ഈ ഒരു ചിന്തകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ യൂണിയൻ കിട്ടിയിട്ടുണ്ട്. സോൾമേറ്റ് എനർജി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്, നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് അവർ കടന്നു വരികയാണ്. സ്വന്തമായിട്ടൊരു തീരുമാനം, അത് ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് അവർ വരുന്നത്. ലവ് അഗെയിൻ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടുന്നത് കേട്ടോ. അൺകണ്ടീഷണൽ ലവ് തരാനാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് റിസീവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ട് തിരുന്നോളൂ എന്നാണ് അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എനർജി ഒക്കെയാണ് നമുക്ക് ഇവിടെ ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനിൽ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം സന്തോഷത്തിലാണോ അങ്ങോട്ട് പോയത്, എത്ര സന്തോഷത്തിൽ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തിലൂടെ മുന്നോട്ടേക്ക് പോയ ഒരു ബന്ധമാണ് അവരുടേത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. പോയി നിന്ന സ്ഥലത്ത് യഥാർത്ഥമായ ഒരു സ്നേഹമല്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് അല്ല അവർക്ക് അവിടെ ഉള്ളത്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ഒരു എനർജി, അതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മിന്നി കണ്ടപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മിന്നിക്കൊണ്ടിരുന്നൊന്നും യഥാർത്ഥമായ ഒരു സ്നേഹമല്ല എന്നൊരു റിയാലിറ്റി നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അവർ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം, ഇതൊക്കെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ ക്ലൂസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് പേര് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു, ക്ലൂസ് കുറച്ച് കുറവെടുത്ത ദിവസം. ഓക്കെ, 4 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. എറണാകുളം കിട്ടിയിട്ടുണ്ട്, കോട്ടയം കിട്ടിയിട്ടുണ്ട്, ജാനുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം, ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ചിത്തിര വന്നിട്ടുണ്ട്, 6 എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, വിശാഖം, 35 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ഏജ് ആയിരിക്കാം. പത്തനംതിട്ട, വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 22 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, മകയിരം, 1993, 42, മാർച്ച്, ഏപ്രിൽ, ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്. വിത്തിൻ 3 months വന്നിട്ടുണ്ട്. 37 ഏജ് ആയിട്ട് എടുക്കാം, ഡേയ്സ് ആയിട്ട് എടുക്കാം. എൻ എന്നൊരു നമ്പർ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ആയില്യം, എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, യു എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ആർ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്, പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 38 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് റെസനേറ്റ് ആകാവുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു റീഡിംഗ് ആണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ.
അതിൽ all എന്നുള്ള ബട്ടൺ enable ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും നല്ല ഒരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.